ദ ഇൻവൈറ്റ് ഒലീവിയ വൈൽഡ് സംവിധാനം ചെയ്ത സിനിമയാണ്. പുള്ളിക്കാരി തന്നെ ഇതിലൊരു മെയിൻ റോളിൽ വരുന്നുണ്ട്. പുള്ളിക്കാരിയെ കൂടാതെ സെയ്ത്ത് റോഗൻ, പെനിലോപ്പി ക്രൂസ്, എഡ്വേർഡ് നോർട്ടൺ തുടങ്ങിയവരാണ് ബാക്കി പ്രധാന വേഷങ്ങളിൽ വരുന്നത്. ദ പീപ്പിൾ അപ്സ്റ്റേഴ്സ് എന്ന 2020 ഇറങ്ങിയ ഒരു സ്പാനിഷ് സിനിമയുടെ റീമേക്ക് ആണ് ഈ പടം. ഇതിപ്പോ തിയേറ്ററിൽ റിലീസായിട്ട് 2-3 ആഴ്ച എങ്ങാണ്ടായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയും 92 രൂപയ്ക്ക് PVR ഈ പടം കാണാൻ പറ്റുമായിരുന്നു. ഞാൻ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അപ്പൊ പറ്റിയില്ല. ഇപ്പോഴും പടം മാറാത്തത് കൊണ്ടും കുറച്ച് നല്ല അഭിപ്രായമൊക്കെ കേട്ടത് കൊണ്ടും പിന്നെ ഈ ഡയറക്ടറുടെ മുമ്പിലത്തെ സിനിമ എനിക്ക് നന്നായിട്ട് വർക്ക് ആയതുമാണ്. എല്ലാറ്റിലും ഉപരി ഇതൊരു A24 പടമാണ്. സോ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പടം പോയി കാണാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കൊച്ചിയിൽ പോയാണ് പടം കണ്ടത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് കോമഡി ഡ്രാമ സിനിമയെ കുറിച്ച് ജോ ഏഞ്ചല ദമ്പതികൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ കെട്ടിടത്തിന് മുകളിൽ താമസിക്കുന്ന മറ്റൊരു കപ്പിളിനെ ഒരു ഡിന്നറിന് അവർ ക്ഷണിക്കുകയും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഈ പടം പറയുന്നത്. ആകെ 4 കഥാപാത്രങ്ങൾ, അത് നടക്കുന്നതാണെങ്കിൽ ഒരൊറ്റ അപ്പാർട്ട്മെന്റിലും. സോ ഈ ലിമിറ്റഡ് സ്പേസ് വെച്ചിട്ട് ഇത്രയും കഥാപാത്രങ്ങൾ മാത്രമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ ഒരുക്കുക എന്നുള്ള കാര്യം, ആ ഒരു അറ്റംപ്റ്റിനെ അഭിനന്ദിക്കുക തന്നെ വേണം. അതും ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ പലർക്കും ഓക്വേർഡ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സൗഹൃദ സംഭാഷണമാണ് ഈ പടം എന്ന് വേണമെങ്കിലും പറയാം. അതാണെങ്കിൽ ഒട്ടും മുഷിപ്പിക്കാതെ വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് പടം സ്ട്രിക്ട്ലി 18+ ആണെന്നുള്ളതാണ്. കുട്ടികൾക്കുള്ള പടമല്ല. പടത്തിന്റെ ആ ഒരു പ്രമേയം, ഒപ്പം ഇതിലെ സംഭാഷണങ്ങൾ, ചില രംഗങ്ങൾ ഒക്കെയും പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ്, സെക്സ്, ബന്ധങ്ങൾക്കുണ്ടാകുന്ന വിള്ളലുകൾ, അതെങ്ങനെ തിരിച്ചൊട്ടിച്ചെടുക്കാൻ തുടങ്ങിയ പല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ കോമഡി കലർത്തി ഈ പടത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയാം. ചിലപ്പോ എന്താ ഇവർ കാണിക്കുന്നത്, അങ്ങനെ കുറച്ച് വിയേർഡായിട്ട് ഫീൽ വരാനുള്ള സാധ്യതയുണ്ട്. കുറെ സെക്ഷൽ ഫാന്റസികളെ കുറിച്ചൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം രണ്ടുപേർ തമ്മിലുള്ള ബന്ധം, അതിന്റെ റീഡിസ്കവറിംഗ് ആണ് ഈ സിനിമ എന്ന് പറയാം. പരസ്പരം തുറന്ന് സംസാരിക്കാത്തതിന്റെയും പരസ്പരം മനസ്സിലാക്കാത്തതിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ അത്രയും ഭംഗിയായിട്ടാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. ഗംഭീര പെർഫോമൻസുകളാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവുകളിൽ ഒന്ന്. പടത്തിന്റെ സംവിധായിക കൂടിയായ ഒലീവിയ വൈൽഡ് ആണ് ഇതിലെ ഹോസ്റ്റ് അല്ലെങ്കിൽ ആ ഏഞ്ചല എന്ന നായിക കഥാപാത്രമായിട്ട് വരുന്നത്. കിടിലം പെർഫോമൻസ് ആണ്. എന്താ പറയാ, ചിലപ്പോ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്ന, പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്ന, കുറച്ച് ക്ലംസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ചില സമയത്ത് ഈ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയാം. പെട്ടെന്ന് കുറച്ച് ആൾക്കാരെ കണ്ടാൽ എന്ത് പറയണം എന്നൊക്കെ ഡൗട്ടിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരമൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് നല്ല കിടുവായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ തന്നെ 2022 ഇറങ്ങിയ ഡോൺ വെറി ഡാർലിംഗ് എന്നൊരു സിനിമയുണ്ട്. കുറച്ചൊരു സൈഫൈ ത്രില്ലർ പടമാണെന്ന് പറയാം. കുറച്ച് ചെറിയ രീതിയിൽ കിളി പറത്തുന്ന ഒരു സിനിമയാണ്. ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ നിന്നും തികച്ചും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറാണ് ഇത്തവണ പുള്ളിക്കാരി പരീക്ഷിച്ചിട്ടുള്ളത്. സോ ഒരു സംവിധായിക എന്ന നിലയിലും ഒലീവിയ വൈൽഡ് കിടുവാണ്. ഹസ്ബൻഡ് ജോ ആയിട്ട് വരുന്നത് സെയ്ത്ത് റോഗൻ ആണ്. കിടുവൻ പെർഫോമൻസ് ആണ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന പ്രകടനമായിരുന്നു. പുള്ളിക്കാരനും ഡയറക്ടർ, റൈറ്റർ, ക്രിയേറ്റർ ഒക്കെയാണ് കേട്ടോ. നമ്മുടെ ദ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ പടമുണ്ട്, അതിന്റെ ഡയറക്ടറാണ്. ആക്ടർ എന്ന നിലയിലും കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഇവര് തമ്മിലുള്ള ഒരു വഴക്കൊക്കെ ഉണ്ട് പടത്തിൽ. ശരിക്കും വഴക്കെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ പുള്ളി ഇങ്ങനെ കലിപ്പടക്കി എന്നാൽ എല്ലാം കൂടെ ഇടയ്ക്ക് പൊട്ടിത്തെറിച്ച് ആ ഒരു ബിഹേവിയർ ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അതിഥികളായ കപ്പിളിലെ പീന എന്ന ആ ഒരു സ്പാനിഷ് നായിക കഥാപാത്രമായിട്ട് വരുന്നത് പെനിലോപ്പി ക്രൂസ് ആണ്. 90s കിഡ്സിന് പുള്ളിക്കാരിയെ എടുത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടം പോലെ കിടിലം പടങ്ങൾ, ഇപ്പോ വാനില സ്കൈ, പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ മുതൽ മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ് ഉൾപ്പെടെ ഇഷ്ടം പോലെ പടങ്ങളുണ്ട്. പുള്ളിക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്പാനിഷ് കലർന്നിട്ടുള്ള ഒരു ഇംഗ്ലീഷ്, ആ ഒരു ടോൺ ഉണ്ട്. അത് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. ഇതിലും ആ ഭാഷ കൊണ്ടുള്ള കുറച്ച് കോമഡി ഒക്കെ ഉണ്ട്. നൈസായിരുന്നു. പിന്നെ നമ്മുടെ എഡ്വേർഡ് നോർട്ടൺ, നമ്മുടെ ഫൈറ്റ് ക്ലബ്, പ്രൈമൽ ഫിയർ അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ഹൾക്ക് അറിയാലോ, പുള്ളിയാണ് ഹോക്ക് അല്ലെങ്കിൽ പെനിലോപ്പി ക്രൂസിന്റെ പേരായിട്ട് വരുന്നത്. രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിലൊരു ഇമോഷണൽ പോർഷൻ സംസാരിക്കുന്ന കേട്ടപ്പോൾ നമുക്ക് തന്നെ വളരെ സങ്കടം തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവിടെ. ഇവർ 4 പേരും കൂടിയുള്ള മത്സരിച്ചുള്ള പെർഫോമൻസ് ആണ് ഈ പടത്തിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ഈ ഒരു ലിമിറ്റഡ് സ്പേസിൽ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ 1.25 മണിക്കൂർ ഇങ്ങനെ പിടിച്ചിരുത്തുക എന്നുള്ള ഒരു ദൗത്യം ക്യാമറ കൊണ്ടായാലും എഡിറ്റിംഗ്, മ്യൂസിക്, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ കൊണ്ടായാലും ഇതിന്റെ ടെക്നീഷ്യൻസ് നൈസായിട്ട് തന്നെ അവരുടെ ഒരു ജോലി നിർവഹിച്ചിട്ടുണ്ട്. സോ ടെക്നിക്കലി നീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഇതിൽ വലിയ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തില്ല. ഈ ഒരു ലിമിറ്റഡ് സ്പേസിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു പടമാണ്. ഭയങ്കര വലിയ ക്യാൻവാസിലുള്ള അല്ലെങ്കിൽ വമ്പൻ ബയറ്റ് സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. അതൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പടവുമല്ല. വളരെ അഡൽസ് ഉള്ളി ആയിട്ടുള്ള കാര്യങ്ങൾ, അതും പലരും പറയാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറയാം. സോ മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ്. ബോൾഡായ, പറയേണ്ട എന്നാൽ പറയാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സിനിമയാണ്. റിലേഷൻഷിപ്പ്
റിലേഷൻഷിപ്പ് അതിങ്ങനെ തകർച്ചയുടെ വക്കിലൊക്കെ എത്തുമ്പോൾ എങ്ങനെ വീണ്ടും പുഷ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ തിരുത്താം, എപ്പോൾ പിരിഞ്ഞു പോകണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. സോ ജസ്റ്റ് ഒരു സെക്സ് ടോപ്പിക് മാത്രം പറയുന്ന ഒരു പടമല്ല. തീർച്ചയായിട്ടും കപ്പിൾസിനും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എന്ന് വെച്ച് ഇവർ ഈ പടത്തിൽ പറയുന്നതെല്ലാം അല്ലെങ്കിൽ കാണിക്കുന്നതെല്ലാം പരീക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ. വെറുതെ കുടുംബകലഹം ഉണ്ടാക്കുമെന്ന് പറയരുത്. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ ഇപ്പോൾ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. പക്ഷെ PVR മാത്രമേ ഉള്ളൂ. ഞാനിത് കൊച്ചി ഫോറം മാളിൽ പോയാണ് പടം കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് 92 റുപ്പീസ് ഉണ്ടായിരുന്നുള്ള ഓഫർ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ 47 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. സ്ട്രിക്ട്ലി 18+ ആണ്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാ.